നമസ്കാരം. ട്രീ കട്ടർ ചാനലിന്റെ റിപ്പോർട്ടർക്ക് ജി സുധാകരനിൽ നിന്ന് ഇന്ന് വയറ് നിറച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്നുമൊക്കെ വയറ് നിറച്ച് കിട്ടിയ കഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ പോകുന്നതേ ഉള്ളൂ. അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതും അടി കിട്ടുന്നതും. ഇതിനു മുമ്പ് നമുക്കറിയാലോ, 3 പോലീസ് ഉദ്യോഗസ്ഥരെ പീഡന കേസിലെ പ്രതികളാക്കാൻ വേണ്ടി അവർ നടത്തിയിട്ടുള്ള നാടകം. ഒരു സ്ത്രീ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിപ്പെടാൻ ചെല്ലുന്നു. ആ പരാതിപ്പെടാൻ ചെല്ലുന്ന സ്ത്രീയെ ആ സ്റ്റേഷൻ അധികാരി SHO പീഡിപ്പിക്കുന്നു. ആ പരാതി പറയാൻ ചെന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പീഡിപ്പിക്കുന്നു. അതും കഴിഞ്ഞ് പരാതി പറയാൻ SP അടുത്ത് ചെന്നപ്പോൾ SP പീഡിപ്പിക്കുന്നു. എന്താ ഇത്? ഈ പോലീസുകാർ മുഴുവൻ ഇങ്ങനെയാണോ? നീ ഏതെങ്കിലും ഒരു പോലീസുകാരന് അത്തരത്തിലൊരു ദുർബുദ്ധി തോന്നിയാൽ ഓക്കെ, അത് ഒരാൾക്കാണ് അങ്ങനെ തോന്നിയെന്ന് പറയാം. ഈ അടുത്ത കാലത്ത് ഒരു വാർത്ത വന്നിരുന്നല്ലോ, ഒരു പോലീസുകാർ ആത്മഹത്യ ചെയ്ത കേസിൽ ഒരു ACP ഒരു പ്രതിയായിട്ടുള്ള ഒരു പെണ്ണിനെ കയറി പിടിച്ച് പീഡിപ്പിച്ചതും അത് ഒരു വലിയ വിവാദമായതും അത് പിണറായിന്റെ സ്വന്തം ആളായത് കൊണ്ട് അത് തേഞ്ഞു മാഞ്ഞു പോയി. എന്നാലും ഈ കഥ കുറച്ച് കടന്ന കഥയായിപ്പോയി. ഇത്തരത്തിൽ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് വേണോ ഒരു ചാനലിൽ നിലനിൽക്കാൻ? അവർ ആരോട് എന്താണ് ചോദിക്കുന്നത്, എപ്പോഴാണ് ചോദിക്കുന്നതിനെ കുറിച്ച് യാതൊരു ബോധമില്ല. അത് മാത്രമല്ല, ഒരു മാധ്യമധർമ്മമുണ്ട്. ഒരാളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു അഭിപ്രായമാണ് ചോദിക്കുന്നത്, അതിന് അയാളുടെ അഭിപ്രായമാണ് അയാൾ പറയേണ്ടത്. ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ മറുപടി വേണം. ഇവർക്ക് വിവാദമുണ്ടാക്കാൻ പറ്റിയ മറുപടികൾ വേണം. അതല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറിച്ച് വേണ്ടാത്തത് ചോദിക്കും, വേണ്ടാത്തത് കേട്ടിട്ട് അതിനൊരു വിവാദമാക്കും, ആ പ്രതികരണം കേട്ട് അതിനൊരു വിവാദമാക്കും. ഇത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ടർമാരിൽ നിന്നാണ് കണ്ടുവരുന്നത്. ആ ചോദ്യങ്ങൾ വളരെ മോശം ചോദ്യങ്ങളാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ജി സുധാകരന്റെ അടുത്ത് ചെന്ന് ചോദിച്ച ചോദ്യം മറ്റെന്തോ ഉദ്ദേശത്തിലാണ് ഒന്ന് ചോദിച്ചത്. ആ ചോദ്യം സുധാകരന് ഇഷ്ടപ്പെട്ടില്ല. പൊതുവെ സുധാകരൻ അങ്ങനെയാണ്. അദ്ദേഹം മിനിമം മാക്സിമം കമ്മ്യൂണിക്കേഷൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുക, മിതമായ വാക്കുകളിൽ അദ്ദേഹം മറുപടി പറയും. അനാവശ്യമായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നതിന് അദ്ദേഹത്തോട് താല്പര്യമൊന്നുമില്ല. ആ വ്യക്തിയോട് റിപ്പോർട്ടർ അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പലതവണ അദ്ദേഹം പറഞ്ഞു, അനാവശ്യമായ ചോദ്യം ചോദിക്കരുത്, അതായത് യാതൊരു നിലവാരമില്ലാത്ത രീതിയിൽ സംസാരിക്കരുത്, ചോദിക്കരുത് എന്ന് പറഞ്ഞ് വിലക്കിയിട്ടും വീണ്ടും ചോദിക്കേണ്ടത്. ഇതിനിടയിൽ ജി സുധാകരന്റെ ഭാര്യ അവർ ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. കാര്യം അവരുടെ വീട്ടിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. വീട്ടിലിപ്പോ സുധാകരനുണ്ടാവും, അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടാവും, ചിലപ്പോൾ കുടുംബക്കാരോ എല്ലാവരും ഉണ്ടാവും. ഈ പറയുന്ന മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർ മഹേഷ് മഹിപാലോ ഒക്കെ ആ വീട്ടിലേക്ക് ഇവരാരും വിളിച്ചിട്ടല്ലല്ലോ ചെല്ലുന്നത്. മഹേഷ് മഹിപാലും അങ്ങനെ തന്നെ വിളിക്കാതെ ചെന്ന് കയറി സംസാരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവർ പറയൂ, ഇമാരെയുള്ള കാര്യങ്ങൾ ചോദിക്കരുത്, ആ കാര്യം വിട് എന്ന്. ജി സുധാകരന്റെ ഭാര്യ, അതായത് ഈ മഹേഷ് മഹിപാലിനെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപികയാണെന്ന് പറയുന്നുണ്ട്. ആ അധ്യാപക പറഞ്ഞു മഹിപാലെ നിർത്ത് എന്ന് പറഞ്ഞിട്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ജി സുധാകരന് ഇറങ്ങിപ്പോടാ എന്ന് പറയേണ്ടി വന്നു. ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞില്ലെങ്കിലും ഇത് എന്റെ വീടാണ്, എന്റെ ഭാര്യയുടെ അടുത്തുണ്ട്, ഇവിടെ നിൽക്കും, താങ്കൾക്ക് വേണമെങ്കിൽ പോകാം എന്ന് പറഞ്ഞു. എന്നിട്ടും ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. നാണവും മാനവും ഉളുപ്പും ഇല്ലാതെ ഒരു വീട്ടിൽ ചെന്ന് കയറിയിട്ട് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞാലും അതും കേട്ടോണ്ട് അവിടെ ഉളുപ്പില്ലാതെ മലന്നു നോക്കി നിൽക്കുന്ന റിപ്പോർട്ടർമാരെ എന്താ ചെയ്യണ്ടേ? വിളിക്കാതെ ആണ് ചെന്ന് കയറുന്നത്. ഊണില്ല, ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ ഇറങ്ങിപ്പോണ്ടേ? അതല്ലേ മര്യാദ? അവിടെ നടന്ന സംഭവം ഒന്ന് കേൾക്കാം. നിങ്ങളുടെ ആവശ്യമില്ലാതെ നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നിങ്ങളുടെ കൈവച്ചാൽ മതി. നിങ്ങളുടെ അനാവശ്യമായ കാര്യങ്ങൾ എന്നോട് ചോദിക്കണ്ട. ഈ പറഞ്ഞ കാര്യങ്ങൾ അവരോട് ചോദിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പറയണം. അവരൊന്നും വല്ല അച്ചാരം വാങ്ങിയിട്ടുണ്ടോ? പറയണ്ടെന്ന് പറഞ്ഞ ശേഷം എന്നെ അത് പറയുകയാണ്. കണ്ടില്ലേ, നിങ്ങളെന്തോ അച്ചാരം വാങ്ങിയിട്ടുണ്ട്. ഇത് കൈവച്ചാൽ മതി. ഇതൊക്കെ കൈവച്ചാൽ മതി. അല്ല, ഇതല്ലെങ്കിൽ സാധനം ഉള്ളതുകൊണ്ടേ അറിയാൻ വിളയണ്ട. മിണ്ടാതിരിക്കുക. പിന്നെ ആവശ്യമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കുന്നത് അത് ചോദിക്കണ്ടെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെയും ചോദിച്ചെന്തിനാ? റീല എന്തോന്നറിയില്ലേ? ആവശ്യമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കരുതെന്നാ പറഞ്ഞത്. ആ, മറുപടി പറയേണ്ടാത്ത കാര്യം വന്ന് ചോദിക്കുന്നത്. രാവിലെ ഇവിടെ വീട്ടിൽ മിണ്ടാ നിൽക്കുന്നേ, ചുമ്മാ നിൽക്കേ. ഇവരെ ആരാ പേടിക്കുന്നത്? ഇവരെ വീട്ടിൽ ഞാൻ പിടിച്ചിട്ട് വന്നാണോ? അല്ലല്ലോ. വന്നിട്ട് അനാവശ്യങ്ങൾ ചോദിക്കുക. അത് ചോദിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെയും ചോദിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ആരാണോ ഡിസ്കസ് ചെയ്തിട്ട് വന്നിരിക്കുക? അതൊന്നും വേണ്ട കേട്ടോ. നമ്മൾ കാണാൻ കുറച്ച് അറിയത്തരം തോന്നുവാസം എന്നോട് ചോദിക്കരുത്. നിങ്ങൾക്ക് ചോദിക്കാനെല്ലാം ചോദിക്കാനുള്ള ആളല്ല ഞാൻ. പിന്നെ നിങ്ങൾക്ക് ചോദിച്ചേ പറ്റൂ അല്ലേ? മനീഷ് മഹിപാൽ അധികം വേണ്ട കേട്ടോ. എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അന്നേരം മുതൽ. ആരുടെ സ്റ്റുഡന്റ് ആയിരുന്നാ? നന്നായിട്ട് നീ പഠിപ്പിച്ചില്ലേ? കോളേജിൽ കളിച്ചതാ എനിക്കെതിരെ. ഞാൻ പറഞ്ഞത് ഞാൻ ഒരു വിവാദം ഉണ്ടാക്കാൻ ചോദ്യം ചോദിച്ചത്. ഞാനത് തൊട്ടില്ല. പിന്നെ അത് ചോദിക്കുകയാണ്. അപ്പോൾ ആ വിവാദം ഉണ്ടാക്കാനാണ്. അതും ഒരിക്കലും നമ്മൾ പരാമർശിക്കാൻ പാടില്ലാത്ത ഒരാളെ പറ്റി. ഇന്നലെ DC-യിൽ നാസറിന്റെ പുറകെയായിരുന്നു. പോട്ടെ. അപ്പോൾ അല്ല, നിങ്ങളുടെ ജോലി ഇതല്ല. അന്തസ്സായ പത്രപ്രവർത്തനമാണ്. ഇതൊന്നും അല്ല ജോലി. ഇതൊക്കെ വെറും എന്തോ പറയുന്നത്,
തേർഡ് റേറ്റ്. ആ തേർഡ് റേറ്റും അല്ല, അതൊന്നും പറയുന്നത് ഇതൊന്നും അല്ല പ്രവർത്തനം. ഇതാണ് നിങ്ങൾ ഇതാണ് നിങ്ങൾ പിന്നെ ഇവിടെ എൻ്റെ വൈഫ് അല്ല എന്താ പിന്നെ എൻ്റെ വീടാണ്, എൻ്റെ വീടാണിത്. തനിക്ക് വേണേ പോവാം, നിങ്ങൾക്ക് പോവാം. ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഇവിടെ നിൽക്കത്തില്ലേ? അവനങ്ങനെ സംസാരിക്കാറില്ലല്ലോ മുന്നിൽ നിന്ന്. തേർഡ് റേറ്റാണ്, തേർഡ് റേറ്റ് അതിനേക്കാൾ താഴെയാണ് ഞാനാ പറഞ്ഞത്. നിങ്ങൾ അനാവശ്യം ഇവിടെ കാര്യമായ ഒരു കാര്യം അവർ ചോദിച്ചോണ്ടിരിക്കും. അവിടെ ഒരാൾ ഇങ്ങനെ വന്നിട്ട് നേരത്തെ ആരോട് ഡിസ്കസ് ചെയ്തിട്ട് വരിക, ഇതൊക്കെ എനിക്കറിയാം, ഒന്നും വേണ്ട. Different angles. Don't forget to subscribe and support this channel.